ഹലോ നമസ്കാരം. പവർ പോയിന്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പവർ പോയിന്റിലെ ലാസ്റ്റ് ട്യൂട്ടോറിയലാണ്. ഇനി ഇതിലെ ഓരോ ടിപ്സ് അതേപോലെ തന്നെ ട്രിക്കുകളൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ഓരോ റീൽസോ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോസോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ പവർ പോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി ഈ പവർ പോയിന്റ് ട്യൂട്ടോറിയൽ ഇന്നത്തോടെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടൂളാണ് നോക്കുന്നത്. ഒന്നാമത്തേത് ഫോട്ടോ ആൽബം എന്ന ടൂളും അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് വ്യൂവിലുള്ള ഈ സ്ലൈഡ് മാസ്റ്റർ എന്നുള്ള ഈ ടൂളാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ രണ്ട് ടൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് എന്താണ് ഫോട്ടോ ആൽബം എന്ന് നോക്കാം. ഫോട്ടോ ആൽബം എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ ആൽബം ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഓരോ സ്ലൈഡിൽ ഓരോ ഫോട്ടോസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറേ സമയം തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ പ്രോബ്ലം ഒഴിവാക്കി നമുക്ക് എളുപ്പത്തിൽ ഫോട്ടോസൊക്കെ ഉപയോഗിച്ചിട്ടൊരു പ്രസൻറ്റേഷന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ ആൽബം ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഫോട്ടോ ആൽബം ചെയ്യണമെന്ന് നോക്കാം. ഫോട്ടോ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ ആൽബത്തിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ന്യൂ ഫോട്ടോ ആൽബം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫയൽ ആൻഡ് ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സൊക്കെ കാണിച്ചു തരും. ഞാനിവിടെ വന്ന് ഡെസ്ക് ടോപ്പിൽ ഒരു ഫോൾഡറിൽ കുറച്ച് പിക്ചേഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന 3 പിക്ചർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്ര പിക്ചേഴ്സാണോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ പിക്ചറുകളൊക്കെ ഒന്നുകിൽ ഓരോന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ അമർത്തിയിട്ട് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോളും അമർത്തി പിടിച്ചിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ സെലക്ട് ചെയ്യേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഇൻസെർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഓരോ പിക്ചേഴ്സും നമുക്കിവിടെ കാണിച്ചു തരും. ഈ പിക്ചറിൻ്റെ പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് അത് ഏത് സ്ഥാനത്തേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂവ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അതിൻ്റെ ക്ലാരിറ്റി നമുക്കിതുപോലെ കുറയ്ക്കുകയും അതേപോലെ തന്നെ കൂട്ടുകയും ചെയ്യാം. ഇനി ഇന്നത്തെ ഇതിന് പിക്ചർ റിമൂവ് ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മളൊരു പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യം നമ്മൾ കൊടുത്തൊരു പിക്ചർ ഉണ്ട്, അതിൻ്റെ താഴെ വേറെ പിക്ചർ ഉണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്ത ഓരോ പിക്ചേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അനിമേഷനോ ഡിസൈനോ അല്ലെങ്കിൽ ട്രാൻസിഷനോ അനിമേഷനോ ഒക്കെ കൊടുത്തിട്ട് നമുക്കിതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇങ്ങനെ സ്ലൈഡിന് പകരം ഇമേജ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ ആൽബം ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ടൂളാണ് നമ്മളിവിടെ നോക്കുന്നത്, വ്യൂവിലുള്ള സ്ലൈഡ് മാസ്റ്റർ. ഈ സ്ലൈഡ് മാസ്റ്റർ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ പവർ പോയിന്റിൽ ഓരോന്നിനും നമ്മൾ ഡിസൈന് കൊടുക്കണമെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് ഷേപ്പിൽ വന്നിട്ട് ഇതിനൊരു കളർ ചേർത്തു. ഇനി ഇത് സെലക്ട് ചെയ്തു, ഇതിന് നമ്മൾ വേറൊരു കളറ് ചേർത്ത് കൊടുത്തു. അതേപോലെ ഇത് സെലക്ട് ചെയ്തു, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ വന്ന് എഗെയിൻ നമുക്കിതുപോലെ സ്റ്റൈലുകൾ കൊടുക്കണം. അതേപോലെ ഇത് സെലക്ട് ചെയ്തു, ഇതിന് നമുക്ക് വേറെ സ്റ്റൈൽ കൊടുക്കണം. അങ്ങനെ എത്ര സ്ലൈഡുകളുണ്ടോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റൈലുകൾ കൊടുക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റൈൽ ചേർത്ത് കൊടുത്തു. അതേപോലെ ഇത് സെലക്ട് ചെയ്തു, ഇതിന് നമ്മൾ വേറെ സ്റ്റൈൽ കൊടുത്തു. ഇനി വീണ്ടും നമ്മളിതിലേക്ക് ഒരു ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ നമുക്കിത് ചെയ്യേണ്ടി വരും. വീണ്ടും ഇതുപോലെ നമുക്ക് ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റൈലുകൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്ലൈഡ് മാസ്റ്റർ. അതായത് നമുക്ക് വേണ്ട സ്റ്റൈല് ഡിസൈനുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പുതിയൊരു പ്രസൻറ്റേഷൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ സ്ലൈഡ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് വ്യൂവിൽ പോയി അതിനുശേഷം സ്ലൈഡ് മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്ലൈഡ് മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ മോഡലുകൾ ഇവിടെ കാണിച്ചു തരും. ഇതിൽ ഓരോന്നിനും നമുക്ക് എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് ചേർത്ത്. ഫോർ എക്സാമ്പിൾ ഈ മോഡൽ ഒരു സ്ലൈഡാണ് വരുന്നതെങ്കിൽ, ഒരു ലേഔട്ടാണ് വരുന്നതെങ്കിൽ അതിലേക്ക് എന്ത് സ്റ്റൈലാണോ വേണ്ടത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റിന് എന്താണോ വേണ്ടത് അത് ചേർക്കാം. അതേപോലെ ഈ ബോക്സിന് നമുക്ക് എന്ത് ഡിസൈൻ ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ വരുന്നതിനൊക്കെ എന്ത് ചെയ്യും, ആ രൂപത്തിലുള്ള മോഡൽ വരും. ഇനി അതല്ല ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആണ് വേണം, ഇതിപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതിന് ഓരോന്നിനും വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റൈൽ കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തു, ഇതിലേക്ക് നമ്മൾ വേറെ സ്റ്റൈൽ കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ചേർത്തു. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കളർ ചേർത്തു.
ഇനി എന്ത് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർക്കാം. ഷേപ്പ് ഫീൽഡിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊരു കളറ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേറൊരു കളറും ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഈ മോഡലാണ് വരുന്നതെങ്കിൽ അതിലേക്ക് എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് ചേർക്കാം. അതേപോലെ ഇത് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് ചേർക്കാം. ഇങ്ങനെ എത്ര സ്ലൈഡുകളാണോ വേണ്ടത് അതെല്ലാം നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്ലൈഡ് മാസ്റ്ററിൻ്റെ ഉള്ളിൽ ക്ലോസ് മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നോർമലി നമ്മൾ അവിടുന്ന് സെറ്റ് ചെയ്ത ഈ രൂപത്തിലായിരിക്കും കാണിക്കുക. ഇനി ഇതിൽ നമ്മൾ ന്യൂ സ്ലൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കളറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സ്ലൈഡ് മാസ്റ്ററിൽ ആഡ് ചെയ്ത കളർ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ തന്നെ ആഡ് ചെയ്ത് വരും. അപ്പോൾ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് പോയി കളർ കൊടുക്കാതെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു കളർ സെറ്റ് ചെയ്ത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് മാസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 2 ടൂളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഫോട്ടോ ആൽബം എന്നും എന്താണ് സ്ലൈഡ് മാസ്റ്റർ എന്നും. അപ്പോൾ ഇന്ന് പറഞ്ഞ 2 ടൂളുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പവർ പോയിൻ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ റീൽസോ അല്ലെങ്കിൽ ഷോർട്ടോ ആയിട്ട് തുടർന്ന് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.